ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫയുടെ വേൾഡ് കപ്പ് അടുത്ത വർഷമാണ് നടക്കുന്നത്. അമേരിക്കയാണ് പ്രധാനമായും ആതിഥേയത്വം വഹിക്കുന്നത്. കൂടാതെ മെക്സിക്കോയും കാനഡയും ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വേൾഡ് കപ്പ് എന്ന പ്രത്യേകത കൂടി ഈ ഒരു കോമ്പറ്റീഷനുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് അടുത്ത വേൾഡ് കപ്പിൽ കാതലായ മാറ്റങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഫുട്ബോൾ താരങ്ങളുടെ സംഘടനയുള്ളത്. അതായത് ദി പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് യൂണിയൻ ആണ് ഫിഫയോട് ഇപ്പോൾ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയിലെ കടുത്ത ചൂട് തന്നെയാണ്. നിലവിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലാണ്. കടുത്ത ചൂട് സഹിച്ചുകൊണ്ടാണ് താരങ്ങൾ എല്ലാവരും കളിക്കുന്നത്. മാത്രമല്ല നിരവധി കാലാവസ്ഥാ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. തണ്ടർസ്റ്റോം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അടുത്ത വർഷം ഇതേ സമയത്ത് തന്നെയാണ് അവിടെ വേൾഡ് കപ്പ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ താരങ്ങളുടെ സംഘടന ചില മാറ്റങ്ങൾ ഇപ്പോൾ ഫിഫയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതിങ്ങനെയാണ്: ഓരോ 15 മിനിറ്റിന് ഇടയിലും വിശ്രമ സമയം വേണം. അതുപോലെ തന്നെ ഹാഫ് ടൈമിന് 20 മിനിറ്റ് വിശ്രമ സമയം വേണം. മത്സരങ്ങൾ ഏറ്റവും ചൂട് കുറവായ സമയത്ത് നടത്തണം. ടൂർണമെന്റിന് മുൻപ് കൃത്യമായ മെഡിക്കൽ പരിശോധന നടത്തണം. എല്ലാവിധ മെഡിക്കൽ സഹായങ്ങളും വേണം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കണം. ഇത്രയും മാറ്റങ്ങൾ ഇപ്പോൾ ഫിഫയോട് ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ് താരങ്ങളുടെ സംഘടനയുള്ളത് എന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ചൂട് വലിയ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ അമേരിക്കയിൽ രാവിലെ വെച്ചുകൊണ്ട് നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ഫിഫയാണ്. അധികം വൈകാതെ തന്നെ അവർ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.